ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞൊരു പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ചില ഇംഗ്ലീഷിലുള്ള ചില ഭാഷാ പ്രയോഗങ്ങളാണ് ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇംഗ്ലീഷ് അർത്ഥങ്ങൾ വെച്ച് വാക്കിൻ്റെ അർത്ഥങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉള്ള അർത്ഥമായിരിക്കത്തില്ല അതിൻ്റെ ശരിക്കുള്ള മീനിങ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ചില ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ഒരു 10-17 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഭാഷാ പ്രയോഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കാണുക. ഞാൻ നിങ്ങളെ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിലെ ആദ്യത്തെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഹോട്ട് വാട്ടർ എന്നുള്ളതാണ്. ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻ ഡീപ്പ് ട്രബിൾ. അതായത് വളരെ വലിയൊരു പ്രശ്നത്തിൽ, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു പ്രശ്നം നേരിടുന്ന ഒരു അവസരങ്ങളുണ്ടല്ലോ, ആ അവസരങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ഇൻ ഹോട്ട് വാട്ടർ എന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം എന്നുള്ളതാണ്. ഇൻ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ എന്നുള്ളതല്ല അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഇൻ ഡീപ്പ് ട്രബിൾ എന്നുള്ളതാണ്. വളരെ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുക, അല്ലെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഇൻ ഹോട്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടുള്ള സെൻറ്റൻസ് എന്നോട് പറയുന്നത് ഹിസ് ബിസിനസ് ഈസ് ഇൻ ഹോട്ട് വാട്ടർ ഡ്യൂ ടു ഹ്യൂജ് ഡെറ്റ്. അതായത് വളരെ അധികം കടമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് വല്ലാതെ ഒരു ട്രബിളിലാണ് ശരിക്കും പറഞ്ഞാൽ. ഹിസ് ബിസിനസ് ഈസ് ഇൻ ഹോട്ട് വാട്ടർ, ഹിസ് ബിസിനസ് ഈസ് ഇൻ ഡീപ്പ് ട്രബിൾ. വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഹ്യൂജ് ഡെറ്റ്. ബിസിനസ്സിൻ്റെ കടങ്ങൾ വളരെയധികം പെരുകിയത് കൊണ്ട് ബിസിനസ് വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വലിയ പ്രശ്നത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരർത്ഥം വരുന്നതാണ് ഇൻ ഹോട്ട് വാട്ടർ എന്നുള്ളതാണ്. ഹീസ് ഇൻ ഹോട്ട് വാട്ടർ ബിക്കോസ് ഓഫ് ഹിസ് ഡീഡ്സ്. അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അവൻ ശരിക്കും ട്രബിളിലാണ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇൻ ഹോട്ട് വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ ഡീപ്പ് ട്രബിൾ എന്നുള്ളതാണ്. വലിയ പ്രശ്നത്തിൽ ഏർപ്പെടുമ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുന്നത് ഇൻ ഹോട്ട് വാട്ടർ. രണ്ടാമത്തെയാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ. അതിൻ്റെ അർത്ഥം അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടി വരികയോ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയാൻ പറ്റും. ഓൾ ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ഔട്ട് ഓഫ് ദ ബ്ലൂ. ഇല്ലേ, എല്ലാ ആക്സിഡൻസും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പം അൺഎക്സ്പെക്റ്റഡ്ലി എന്നുള്ള അർത്ഥത്തിൻ്റെ ഒരു ഫ്രേസാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നുള്ളത്. ഓൾ ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ഔട്ട് ഓഫ് ദ ബ്ലൂ. അല്ലെങ്കിൽ കണ്ടീഷൻസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഹാപ്പൻ ഔട്ട് ഓഫ് ദ ബ്ലൂ. മീൻസ് അൺഎക്സ്പെക്റ്റഡ്ലി തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ അതാണ് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നുള്ളതിൻ്റെ അർത്ഥം. അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായിട്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം വരത്തക്ക രീതിയിൽ നമുക്ക് ഈ ഒരു ഫ്രേസ് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അത് നമ്മളുടെ യൂസേജിൻ്റെ കണ്ടീഷൻ, അവസ്ഥ, അല്ലെങ്കിൽ ഏത് തലത്തിൽ നിന്നാണ് നമുക്കത് ഉപയോഗിക്കേണ്ടി വരുന്നത് വെച്ചാൽ നമുക്കത് ഈ പറഞ്ഞ ഫ്രേസുകൾ, വ്യത്യസ്തമായുള്ള ഫ്രേസുകൾ മനസ്സിലാക്കി നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക്. മൂന്നാമതാണ് ഷൂട്ട് ഫോർ ദ മൂൺ. അതിൻ്റെ അർത്ഥം ടു എയിം ഹൈ എന്നുവെച്ചാൽ വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ വലുതായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെക്കുക, നമുക്ക് ലക്ഷ്യം ഉണ്ടാവുക, അതിനെയാണ് ഷൂട്ട് ഫോർ ദ മൂൺ എന്ന് പറയുന്നത്. ഹീ ഈസ് ഷൂട്ടിംഗ് ഫോർ ദ മൂൺ ഇൻ ഹിസ് പ്രൊഫഷണൽ കരിയർ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ ഔദ്യോഗിക കരിയറിൽ ഈ എയിമിങ് ഹൈ, വളരെ അധികം വലിയ പ്രതീക്ഷകളാണ് അല്ലെങ്കിൽ വലിയ ലക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ടു എയിം ഹൈ ഇൻ ഹിസ് പ്രൊഫഷണൽ കരിയർ. അല്ലെങ്കിൽ ഹീ ഈസ് ഷൂട്ടിംഗ് ഫോർ ദ മൂൺ ഇൻ ഹിസ് സ്പോർട്ടിംഗ് കരിയർ. സ്പോർട്സിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്ന സ്പോർട്സിൽ അല്ലെങ്കിൽ അതുപോലുള്ള കരിയറിൽ വളരെ വലിയ ലക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളതെന്ന് പറയാം. അപ്പോൾ അതാണ് ഷൂട്ട് ഫോർ ദ മൂൺ എന്ന് പറയുന്നത്. ടു എയിം ഹൈ, അതായത് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് ഷൂട്ട് ഫോർ ദ മൂൺ എന്ന് പറയുന്നത്. നാലാമത്തെയാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ വെടിയുണ്ടകൾ എന്നുള്ളതാണ്. വെടിയുണ്ടകൾ കടിക്കുക എന്നുള്ളതാണ് മലയാളത്തിൽ പറയുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ്. പ്രയാസകരമായിട്ടുള്ള അവസ്ഥകൾ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ, ഇഫ് യു ഡു എനി ക്രൈം, നമ്മൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഷുവർലി ബി ഗോയിങ് ടു ബൈറ്റ് ദ ബുള്ളറ്റ്. ഇല്ലേ, നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ അവസ്ഥ വളരെ
ബുദ്ധിമുട്ടുള്ളതാകും. കാരണം പോലീസ് കേസ് കോടതിയൊക്കെ ഉണ്ടാകാം. അപ്പം we will bite the bullet if you do any crime, അല്ലെങ്കിൽ if you do any illegal activities we are going to bite the bullet. ഇല്ലേ, നിയമം ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ we will land up, നമ്മൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നേരിടാൻ സാധ്യതയുണ്ട്. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പ്രയാസകരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥകൾ എന്നുള്ളതാണ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അടുത്ത 5-ാമത്തെയാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ ടു റിവീൽ എ സീക്രട്ട്, ഒരു രഹസ്യം വെളിപ്പെടുത്തുക. രഹസ്യം വെളിപ്പെടുത്തുന്നതിനാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്, സ്പില്ലിംഗ് ദ ബീൻസ് എന്നൊക്കെ പറയും. ദ എക്സ് എംപ്ലോയി ഓഫ് ദ കമ്പനി ഹാസ് സ്പിൽറ്റ് ദ ബീൻസ്. ഇവിടെ ഹാസ് സ്പിൽറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രസന്റ് ടെൻസിലല്ല, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഹാസ് സ്പിൽറ്റ് ദ ബീൻസ് കൺസേണിങ് ഇറ്റ്സ് ഇല്ലീഗൽ ഓപ്പറേഷൻസ്. കമ്പനിയുടെ തെറ്റായിട്ടുള്ള നിയമ ലംഘിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് കമ്പനിയുടെ ഒരു എക്സ് എംപ്ലോയി ആ രഹസ്യം വെളിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ദ എക്സ് എംപ്ലോയി ഓഫ് ദ കമ്പനി ഹാസ് സ്പിൽറ്റ് ദ ബീൻസ് കൺസേണിങ് ഇറ്റ്സ് ഇല്ലീഗൽ ഓപ്പറേഷൻസ്. കമ്പനിയുടെ ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു എക്സ് എംപ്ലോയി, നേരത്തെ കമ്പനിയിൽ ജോലി ചെയ്തൊരു എംപ്ലോയി, തൊഴിലാളി അത് വെളിപ്പെടുത്തി അല്ലെങ്കിൽ പുറത്തു പറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിവീൽ എ സീക്രട്ട് എന്നുള്ളതാണ്. അടുത്ത് 6-ാമത്തെയാണ് ഓൾ ഇയേഴ്സ്. ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈഗർ ടു ലിസൺ ആൻഡ് ലേൺ. ഈഗർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം ശ്രദ്ധിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വലിയ ഉത്സാഹം കൗതുകമൊക്കെ ഉണ്ട്. വളരെ വി ആർ ഈഗർ ടു, വളരെയധികം ആഗ്രഹമുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഉപയോഗിക്കുന്നതാണ് ഓൾ ഇയേഴ്സ്. ഓൾ ഇയേഴ്സ്. അപ്പോൾ അത് certain people are always all ears. ചില ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും ഒക്കെ താല്പര്യവും അല്ലെങ്കിൽ ഉത്സാഹവും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും, ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു യൂസേജാണ് ഓൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. 2 ചെവി കൊണ്ടും ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. certain people are always all ears. അല്ലെങ്കിൽ that student is always all ears. എപ്പോഴും ആ സ്റ്റുഡൻറ്റ് കേട്ട് മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കുവാനും ഒക്കെ താല്പര്യം കാണിക്കുന്നൊരു കുട്ടിയാണെന്നുള്ളതാണ്. 7-ാമത്തേനെ കട്ട് ടു ദ ചേസ്. കട്ട് ടു ദ ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ടു ദ പോയിന്റ് എന്നുള്ളതാണ്. കാര്യം പറയുക, കാര്യം വ്യക്തമായിട്ട് സ്ട്രൈറ്റഡ് പറയുക എന്നുള്ളതാണ്. ഡോണ്ട് ടോക്ക് ലോങ്, കട്ട് ടു ദ ചേസ്, ദ ഓഫീസർ ടോൾഡ് ഹിം. ഓഫീസർ അവനോട് പറഞ്ഞു അധികം കൂടുതൽ വലിയ സംഭാഷണങ്ങളൊന്നും വേണ്ട, കട്ട് ടു ദ ചേസ്, ഗെറ്റ് ടു ദ പോയിന്റ്, കാര്യം കൃത്യമായിട്ട് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കട്ട് ടു ദ ചേസ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ടു ദ പോയിന്റ് എന്നുള്ളതാണ്, കാര്യം പറയുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ 7 ഫ്രൈസസ് അല്ലെങ്കിൽ ഇഡിയംസ് ആണ് നമുക്ക് ഈ പേജിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. ഐ എം സോറി. ഇൻ ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇൻ ഡീപ്പ് ട്രബിൾ. ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായിട്ട്. ഷൂട്ട് ഫോർ ദ മൂൺ എന്ന് പറഞ്ഞാൽ ടു എയിം ഹൈ, വലിയ ലക്ഷ്യങ്ങൾ. പിന്നെ ബൈറ്റ് ദ ബുള്ളറ്റ്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എന്നുള്ളതാണ്, പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിവീൽ എ സീക്രട്ട്, രഹസ്യം വെളിപ്പെടുത്തുക. ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും ഒക്കെ ഈഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈഗർനെസ്, ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അധികമായിട്ടുള്ള ആഗ്രഹങ്ങൾ. കട്ട് ടു ദ ചേസ് എന്നാൽ ഗെറ്റ് ടു ദ പോയിന്റ്, കാര്യം മാത്രം പ്രസക്തമായിട്ട് അല്ലെങ്കിൽ കാര്യം മാത്രം കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ പേജിലുള്ള 7 ഇഡിയംസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇനി 8-ാമത്തെയാണ് അണ്ടർ ദ വെതർ. അതിൻ്റെ അർത്ഥം ഫീലിംഗ് അൺവെൽ എന്ന് വെച്ചാൽ സുഖം തോന്നുന്നില്ല, നമുക്ക് ഒരു കംഫർട്ട് തോന്നുന്നില്ല, സുഖം തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു അസുഖകരമായിട്ടുള്ള അവസ്ഥയാണ് അണ്ടർ ദ വെതർ എന്ന് പറഞ്ഞാൽ. ഫീലിംഗ് അൺവെൽ എന്നുള്ളതാണ്. ദ ഹോൾ ഫാമിലി വാസ് അണ്ടർ ദ വെതർ ആഫ്റ്റർ ദി ലോങ് ജേർണി. ദീർഘദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു സുഖകരമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഫീലിംഗ് വെൽ, ദേ ആർ ഫീലിംഗ് അൺവെൽ. അങ്ങനെയാണ് അണ്ടർ ദ വെതർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ദ ഹോൾ ഫാമിലി വാസ് അണ്ടർ ദ വെതർ ആഫ്റ്റർ ദി ലോങ് ജേർണി. ദീർഘദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യാത്രാക്ഷീണം ഉണ്ടാകും, ചിലപ്പോൾ
എന്തെങ്കിലും പനിയോ തലവേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അത് സുഖകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ഫീലിംഗ് അൺവെൽ എന്ന് പറയുന്നത്. ഹൗ ആർ യു ഫീലിംഗ്? ഐ എം ഫീലിംഗ് വെൽ, അല്ലെങ്കിൽ ഐ എം ഫീലിംഗ് നോട്ട് വെൽ, ഐ എം ഫീലിംഗ് അൺവെൽ. ഫീലിംഗ് നോട്ട് വെൽ എന്നുള്ളതാണ് ഫീലിംഗ് അൺവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അണ്ടർ ദ വെതർ എന്നുള്ളതിൻ്റെ അർത്ഥം. അടുത്ത ഓൺ ദ സെയിം പേജ്. ഓൺ ദ സെയിം പേജ് എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് ടു ബി ഇൻ എഗ്രിമെൻ്റ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സമ്മതിക്കുക, എല്ലാവരും സമ്മതിക്കുക. ഫൈനലി ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ആൻഡ് ദ യൂണിയൻ ലീഡേഴ്സ് ആർ ഓൺ ദ സെയിം പേജ്. സെയിം പേജ് എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റും യൂണിയൻ ലീഡേഴ്സും അവസാനം എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ടു ബി ഇൻ എഗ്രിമെൻറ്റ്, എഗ്രി ചെയ്യുക, ഡിസഗ്രി ചെയ്യാതിരിക്കുക, അതായത് എഗ്രി ചെയ്യുക എന്നുള്ളതാണ്. ഓൺ ദ സെയിം പേജ്, വി ആർ ഓൺ ദ സെയിം പേജ്. the husband and the wife are to be on the same page, അല്ലേ എന്നാണ് പറയാം. or the employees in a department, the staffs in a department are to be on the same page. They have to agree to go ahead. അപ്പോൾ അത് ടു ബി ഇൻ എഗ്രിമെൻ്റ് എന്നുള്ള അർത്ഥമാണ്. എന്ന് വെച്ചാൽ സമ്മതിക്കുക, ഒരു സമവായത്തിലെത്തുക, സമ്മതിക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അതിന് ഓൺ ദ സെയിം പേജ് എന്നുള്ളത്. പിന്നെ 10ാമത്തെയാണ് ത്രോ ഇൻ ദ ടവൽ. ത്രോ ഇൻ ദ ടവൽ, ടു ഗിവ് അപ്പ് ഓർ ക്വിറ്റ്. എന്നുവെച്ചാൽ ക്വിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിൻവാങ്ങുക അല്ലെങ്കിൽ ഗിവ് അപ്പ് ചെയ്യുക. ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കുക, പിന്മാറുക എന്നൊക്കെയുള്ളതാണ്. വിട്ടിട്ട് പോവുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന്, അവസ്ഥയിൽ നിന്നൊക്കെയാണ്. വിത്ത് സഡൻ ബ്ലോസ് ഓൺ both the cheeks, the boxer decided to throw in the towel. ഒരു ബോക്സറിൻ്റെ കാര്യമാണ്. അതായത് ബോക്സർക്ക് നല്ല ഇടി അവിടുന്ന് ഇവിടുന്ന് കിട്ടിയപ്പോൾ, ഇടത്തും വലത്തും ഒക്കെ കിട്ടിയപ്പോൾ ബോക്സർ അവസാനം മാച്ച് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഹി ഗവ് അപ്പ് ഓർ ഹി ക്വിറ്റ്, ഹി ത്രോ ഇൻ ദ ടവൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഏത് സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള അർത്ഥം വരുന്ന ഒരു ഫ്രേസ് നമുക്ക് ഉപയോഗിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. Because of his or her continued defeats or continued failures in the examination, competitive examinations, finally he or she decided to throw in the towel എന്ന് നമുക്ക് വേണേൽ പറയാം. എന്നുവെച്ചാൽ ഒത്തിരി പരീക്ഷകളിൽ ഒത്തിരി പ്രാവശ്യം തോറ്റതിന് ശേഷം അവസാനം ആ ശ്രമം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ള അർത്ഥം വരുന്നതിലാണ് ത്രോ ഇൻ ദ ടവൽ എന്ന് പറയുന്നത്. ടു ത്രോ ഇൻ ദ ടവൽ, ടു ഗിവ് അപ്പ് ഓർ ക്വിറ്റ് ചെയ്യുക, ഉപേക്ഷിക്കുക, നമ്മൾ വിട്ടുപോവുക അല്ലെങ്കിൽ മതിയാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. പൂച്ചയും പട്ടിയൊക്കെ മഴ പെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ റെയിനിങ് ഹെവിലി, വളരെ ശക്തമായിട്ട് മഴ പെയ്യുന്നതിനാണ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് യുവർ അംബ്രല്ല, ഇറ്റ് ഈസ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഔട്ട് ദെയർ. എന്നുവെച്ചാൽ നല്ല ശക്തമായിട്ടുള്ള നല്ല വലിയ മഴ വെളിയിലുണ്ട്, പെയ്യുന്നുണ്ട്, കുടയെടുക്കാൻ മറക്കണ്ട എന്നുള്ളതാണ്. റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ്സ് ബീൻ റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് സിൻസ് ദ ലാസ്റ്റ് 24 hours. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഭയങ്കര ശക്തമായിട്ട് മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രൈസസ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ, റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടും തമ്മിൽ വളരെ കോൺട്രാഡിക്ടറിയാണ് ഈ പറഞ്ഞ ഫ്രൈസസിൻ്റെ എല്ലാം. ഇല്ല, ത്രോ ഇൻ ദ ടവൽ എറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നതിനൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ബോക്സിങ്ങിലൊക്കെയാണെന്ന് തോന്നുന്നത് ത്രോ ഇൻ ദ ടവൽ എന്നൊക്കെയുള്ളൊരു അതിൻ്റെ ഒറിജിനലാണ്. ഓൺ ദ സെയിം പേജ്, ഒരേ പേജിലാണ്. അണ്ടർ ദ വെതർ എന്ന കാലാവസ്ഥയാണ്, കാലാവസ്ഥയ്ക്കടിയിൽ എന്നൊക്കെയുള്ള അർത്ഥം ആണ് നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ ശരിക്കുള്ള അതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ല അതിൻ്റെ ശരിക്കുള്ള ട്രൂ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 11ാമത്തെ റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അടുത്താണ് സി ഐ ടു ഐ. 12ാമത്തെ ടു എഗ്രി ഓൺ സംതിങ്. നേരത്തെ നമ്മൾ ഓൺ ദ സെയിം പേജ് പറഞ്ഞു, ടു ബി ഇൻ എഗ്രിമെൻ്റ് പറഞ്ഞു. അപ്പോൾ ഇതും എന്തിനെങ്കിലും കുറിച്ച് സമ്മതിക്കുന്ന ഒരു അവസ്ഥയാണ് സി ഐ ടു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ ബോസ് ആൻഡ് ഐ ഡു നോട്ട് ഓൾവേസ് സി ഐ ടു ഐ. എന്നുവെച്ചാൽ ബോസും ഞാൻ തമ്മിൽ ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ചും ഒരു എഗ്രിമെൻറ്റിൽ എത്താറില്ല. ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു സമ്മതം ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. ദ ബോസ് ആൻഡ് ഐ ഡു നോട്ട് ഓൾവേസ് സി ഐ ടു ഐ. ഇവിടെ ഡു നോട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്കത് പോസിറ്റീവായിട്ട് നമുക്ക് പറയാം. ദ ബോസ് ആൻഡ് ഐ ഓൾവേസ് സി ഐ ടു ഐ. ഞാനും ബോസും തമ്മിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും സമ്മതത്തിലെത്തിച്ചേരാറുണ്ട്, സമ്മതിക്കാറുണ്ട്, സമവായത്തിലെത്തിച്ചേരാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സി ഐ ടു ഐ എന്ന് പറഞ്ഞാൽ ടു എഗ്രി
ഓൺ സംതിങ്. ഏതെങ്കിലും നമ്മൾ രണ്ട് ആൾക്കാർ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ അവരൊരു സമവായത്തിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിലെത്തുക, സമ്മതത്തിലെത്തുക എന്നുള്ളതാണ്. 13 തന്നെ മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ, മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ലോസ് ദി ഓപ്പർച്യൂണിറ്റി, നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനാണ് മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞത്. മിസ് ദ ബസ് എന്നും പറയാറുണ്ട്. മിസ് ദ ബസ്, മിസ് ദ ബോട്ടിന് നമുക്ക് ബോട്ട് കിട്ടാതെ പോയി, ബസ് കിട്ടിയില്ല നമ്മൾ പറയത്തില്ല, മിസ് ദ ബസ്, ബസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ലേറ്റായി, മിസ് ദ ബസ്. സോ മിസ് ദ ബസ് അല്ലെങ്കിൽ മിസ് ദ ബോട്ട് ഞാൻ ടു ലോസ് ദ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നഷ്ടമാകുക, അല്ല നഷ്ടപ്പെടുത്തുക. ഫർദർ വെയിറ്റിംഗ് ഫോർ ദ പ്രൈസ് ഡ്രോപ്പ്, എന്നുവെച്ചാൽ വില ഇനിയും കുറയുന്നത് കാത്തിരിക്കുകയാണെങ്കിൽ ക്യാൻ മീൻ വി വിൽ മിസ് ദ ബോട്ട്, എന്നുവെച്ചാൽ നമുക്ക് അവസരം നഷ്ടമാകും എന്നുള്ളതാണ്. അപ്പം എവിടെ അവസരം നഷ്ടമാകുന്നു എന്നുള്ളൊരു അർത്ഥം വരുന്ന സെൻറ്റൻസിൽ നമുക്ക് മിസ് ദ ബോട്ട് അല്ലെങ്കിൽ മിസ് ദ ബസ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യണം ആ ഫ്രൈസ്. അടുത്താണ് കോൾഡ് ടോക്കി. കോൾഡ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കിറ്റ് സംതിങ് അബ്രപ്റ്റ്ലി. അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഒന്നും തീരുമാനിക്കാതെ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണ് അബ്രപ്റ്റ് ഡിസിഷൻ. അപ്പം ടു കിറ്റ് സംതിങ് അബ്രപ്റ്റ്ലി, പെട്ടെന്ന് തന്നെ വിട്ടു നിർത്തുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തിൽ നിന്ന് പിൻവാങ്ങുക, അതിനെയാണ് കോൾഡ് ടർക്കി എന്ന് പറയുന്നത്. മൈ ബാഡ് ഷോൾഡർ ഫോഴ്സ് മീ ടു കിറ്റ് പ്ലേയിങ് ടെന്നീസ് കോൾഡ് ടർക്കി. ഇപ്പം എൻ്റെ ഷോൾഡറിന് പ്രശ്നമുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ടെന്നീസ് കളി നിർത്തുവാൻ അതെന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളത് പെട്ടെന്ന് തന്നെ. അപ്പം ക്വിറ്റ് പ്ലേയിങ് ടെന്നീസ് കോൾഡ് ടർക്കി എന്നുള്ളതാണ്. മൈ ബാഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഷോൾഡറിന് ഉണ്ടായ ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം എനിക്ക് ടെന്നീസ് കളിക്കുന്നത് പെട്ടെന്ന് തന്നെ നിർത്തേണ്ടി വന്നു. അപ്പോൾ കോൾഡ് ടർക്കി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് ക്വിറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് കോൾഡ് ടർക്കി എന്ന് പറയുന്നത്. അടുത്തത് ഹീ സ്റ്റോപ്പ് ദ ഡ്രിങ്കിങ് ഹാബിറ്റ് കോൾഡ് ടർക്കി. ഒരാൾ ഒരു ആൽക്കഹോളിസ്റ്റ് അല്ലെങ്കിൽ ശരിക്കും മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ കുടി നിർത്തുക എന്നുള്ള അർത്ഥത്തിലാണ് നിർത്തി. ഹീ സ്റ്റോപ്പ് ദ ഡ്രിങ്കിങ് ഹാബിറ്റ് അല്ലെങ്കിൽ ഹീ സ്റ്റോപ്പ് ദ സ്മോക്കിംഗ് ഹാബിറ്റ് കോൾഡ് ടർക്കി. പെട്ടെന്ന് തന്നെ നിർത്തുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു നിത്യമായിട്ട് ഡെയിലി നമ്മൾ ചെയ്യുന്നൊരു കാര്യങ്ങൾ, പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൽ കൂടെ നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിന് പിന്മാറുക, നിർത്തുന്നതിനൊക്കെയാണ് കോൾഡ് ടർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 8, 9 മുതൽ 14 വരെയുള്ള ഫ്രൈസൽ വെർബ്സ്, ഇഡിയംസ് ഈ പേജിലുള്ളത്. അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് അൺവെൽ, സുഖം തോന്നാതിരിക്കുക. ഓൺ ദ സെയിം പേജ് എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ എഗ്രിമെൻറ്റ്, സമ്മതിക്കുക. ത്രോ ഇൻ ടു ടവൽ എന്ന് പറഞ്ഞാൽ ഗിവ് അപ്പ് അല്ലെങ്കിൽ ക്വിറ്റ്, ഉപേക്ഷിക്കുക, പിന്മാറുക. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള മഴ. റെയിനിങ് ഹെവിലി. സി ഐ ടു അഗ്രി ഓൺ സംതിങ്, സമവായത്തിലെത്തുക. മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ അവസരം നഷ്ടപ്പെടുത്തുക. മിസ് ദ ബസ് എന്നും പറയാം. കോൾഡ് ടർക്കി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പിൻവാങ്ങുന്നതിന് അല്ലെങ്കിൽ നിർത്തുന്നതിനാണ് കോൾഡ് ടർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പേജിൽ ഡിസ്കസ് ചെയ്യുന്ന ഇഡിയംസ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ 15ാമത്തെ പോയിന്റാണ് അല്ലെങ്കിൽ ഇഡിയംസ് ആണ് ബൈ ദ ബുക്ക് എന്ന് പറയുന്നത്. ബൈ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ഫോളോ ദ റൂൾസ്, ലോസ് എക്സാക്ട്ലി. നിയമം അല്ലെങ്കിൽ ചട്ടങ്ങൾ ഒക്കെ നമ്മൾ അതുപോലെ തന്നെ അനുസരിക്കുന്നതിനാണ് ബൈ ദ ബുക്ക് എന്ന് പറയുന്നത്. ദ ലോയേഴ്സ് വാണ്ട് ടു എൻഷുർ വി ഹാവ് ഡൺ എവറിഥിങ് സ്ട്രിക്ട്ലി ബൈ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമം അനുസരിക്കുവാൻ, അതുപോലെ എഴുതി വച്ചിരിക്കുന്നത് പോലെ തന്നെ അനുസരിക്കുവാൻ നമ്മളെ ലോയേഴ്സ് പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ ലോയേഴ്സ് അതാണ് ആഗ്രഹിക്കുന്നുള്ളൂ. ദ ലോയേഴ്സ് വാണ്ട് ടു എൻഷുർ വി ഹാവ് ഡൺ എവറിഥിങ് സ്ട്രിക്ട്ലി ബൈ ദ ബുക്ക്. ബൈ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ഫോളോ ദ റൂൾസ്. എവിടെയാണോ നമ്മൾ ഏത് സംവിധാനത്തിലാണോ അല്ലെങ്കിൽ എവിടെയാണോ അവിടുത്തെ റൂൾസ് അല്ലെങ്കിൽ ലോസ്, നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനെയാണ് ബൈ ദ ബുക്ക് എന്ന് പറയുന്നത്. സെറൻ പീപ്പിൾ ലിവ് ബൈ ദ ബുക്ക്. ചില ആൾക്കാർ നിയമം അതുപോലെ തന്നെ അനുസരിച്ച് ജീവിക്കുന്ന, എഴുതി വെക്കപ്പെട്ട പോലെ തന്നെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബൈ ദ ബുക്ക്. ബുക്ക് എന്ന് പറഞ്ഞാൽ ലോ ബുക്ക് അല്ലെങ്കിൽ റൂൾ ബുക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഈസ് ലിവിങ് ബൈ ദ ബുക്ക്, ഹി ലീവ്സ് ബൈ ദ ബുക്ക് എന്നുവെച്ചാൽ ദാറ്റ് എംപ്ലോയി ലീവ്സ് ബൈ ദ ബുക്ക്. ഒരു ജോലി ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി ഓഫീസിൻ്റെ റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് എല്ലാം അതേപടി അനുസരിച്ച് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ് എൻ്റെ അർത്ഥം. ദാറ്റ് എംപ്ലോയി ലീവ്സ് ബൈ ദ ബുക്ക്.
അടുത്ത 16-ാമത്തെയാണ് ഗോ ദ എക്സ്ട്രാ മൈൽ. ഇത് സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ്. ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു പുട്ട് ഇൻ എക്സ്ട്രാ എഫേർട്ട്, അഡീഷണലായിട്ട് അല്പം കൂടെ കുറച്ചുകൂടി നമ്മൾ ശ്രമങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇതുവരെ എടുത്ത ശ്രമത്തിൻ്റെ കൂടെ അഡീഷണലായിട്ട് കുറച്ചുകൂടി എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ദ പ്രസിഡന്റ് ഈസ് ഡിറ്റർമിൻഡ് ടു ഗോ ദ എക്സ്ട്രാ മൈൽ ഫോർ പീസ്. അതായത് സമാധാനത്തിന് വേണ്ടി പ്രസിഡന്റ് അല്പം കൂടെ കൂടുതൽ ശ്രമങ്ങൾ എടുക്കുവാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഡിറ്റർമിൻഡ് ആണ്. ഹി ഈസ് വില്ലിംഗ് ടു ഗോ ദ എക്സ്ട്രാ മൈൽ ടു വിൻ ഇൻ ദ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടി ആ വ്യക്തി അവൻ അല്ലെങ്കിൽ ആ വ്യക്തി അദ്ദേഹം അഡീഷണൽ ആയിട്ടുള്ള എഫേർട്ട് ഇടാൻ വേണ്ടി തയ്യാറാണെന്നുള്ളതാണ്. സോ ഗോ ദ എക്സ്ട്രാ മൈൽ എന്നുള്ളതിൻ്റെ അർത്ഥം ടു പുട്ട് ഇൻ എക്സ്ട്രാ എഫേർട്ട് എന്നുള്ളതാണ്. അടുത്ത 17-ാമത്തെയാണ്, അതുപോലെ ഈ വീഡിയോയിലെ അവസാനത്തെ ഇഡിയം ആണ് ബാക്ക് ടു സ്ക്വയർ വൺ. ഇതും സർവ്വസാധാരണമായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ്. സ്റ്റാർട്ടിങ് ഓവർ അഗെയിൻ, വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. തുടങ്ങിയിടത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും തുടങ്ങുക. സ്റ്റാർട്ടിംഗ് ഓവർ അഗെയിൻ. ഇഫ് യു ആർ ബാക്ക് ടു സ്ക്വയർ വൺ, യു വിൽ ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ ഓൺ യുവർ പ്ലാൻ ഫ്രം ദ വെരി ബിഗിനിങ്. നമ്മൾ വീണ്ടും ബാക്ക് ടു സ്ക്വയർ വണ്ണിലേക്കാണെങ്കിൽ നമുക്ക് വീണ്ടും തുടക്കത്തിൽ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങേണ്ടി വരും എന്നുള്ളതാണ് ബാക്ക് ടു സ്ക്വയർ വൺ. എന്നുവെച്ചാൽ തുടങ്ങിയിടത്ത് തന്നെ വീണ്ടും വരുന്നതിനാണ് ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 17 ഇഡിയംസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധാപൂർവം നമ്മൾ നോക്കുക, ഇത് പഠിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ ഈ ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസ് നമുക്ക് മനസ്സിലാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ പല അവസരങ്ങളിൽ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പം ഈ 17 ഇഡിയംസ് ഇവിടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം ഈ ചാനലും ചർച്ച ചെയ്യുക. ഇനിയും കൂടുതൽ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.